ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ബ്ലാക്ക് കളർ ഷർട്ടും ഒരു കൊറിയൻ പാൻറ്റും ഒരു ബ്രൗൺ കളർ ഷാളുമാണ് ഞാൻ വെയർ ചെയ്തത്. അങ്ങനെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോയി. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അങ്ങനെ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. എൻ്റെ ലഗേജ് ഞാൻ ഓൾറെഡി പുറത്തുനിന്ന് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു വെയിങ് മെഷീനും അതിലൊരു ബാറ്ററി ഉള്ളതുകൊണ്ട് എന്നോട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഉള്ളിൽ പോയി ബാക്കിയുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ അവിടെ ഇരുന്നു. ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫ്ലൈറ്റ് വന്നു. അപ്പം എല്ലാവരോടും ഉള്ളോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഉള്ളോട്ട് പോയി. പുറത്ത് മഴയാണെന്ന് തോന്നുന്നു. പുറത്ത് ഗ്രൗണ്ടിലൊക്കെ വെള്ളം കാണുന്നില്ലേ. അങ്ങനെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ലഗേജിൻ്റെ കാര്യം വെച്ച് ഞാൻ കുറച്ച് ടെൻഷനായി. പക്ഷേ സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന ടൈമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നിറച്ച് കുറേ ഫാമിലിയും നല്ല തിരക്കായിരുന്നു. എനിക്ക് ഈ സൈഡിലുള്ള സീറ്റാണ് കിട്ടി. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഫ്ലൈറ്റ് മൂവായി. കുറച്ച് നേരം ഇറങ്ങി മൂവിയൊക്കെ കണ്ടു. അങ്ങനെ എത്തി. ലഗേജ് കിട്ടാൻ നല്ല ലേറ്റായി. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ലഗേജൊക്കെ കിട്ടി. ടാക്സി വിളിച്ചു. പിന്നെ റൂമിലേക്ക് പോവാണ്. നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട് പുറത്ത്. ടാക്സി പിന്നെ പെട്ടെന്ന് കിട്ടി. ടാക്സി കയറി പിന്നെ റൂമിലേക്ക് പോയി.